ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവനൂർ. ഇന്ന് നമ്മൾ ഞാൻ കാണിക്കുന്നത് 2017 വണ്ടി റീസ്റ്റോർ ചെയ്തതാണ് കേട്ടോ. 2017 BS4 വണ്ടിയാണ്. അത് റീസ്റ്റോർ ചെയ്തു അതിനത്ര ചിലവ് വന്നെന്നുള്ളത് കാണിക്കാനാണ്. അതായത് ഇപ്പോൾ കൂടുതലായിട്ടും ആളുകൾ പഴയ വണ്ടി കാർബറേറ്റർ വണ്ടി എടുത്ത് റീസ്റ്റോർ ചെയ്യുന്ന ഒരു ടെൻഡൻസി കൂടുതലാണ്. പുതിയ വണ്ടിയിലേക്ക് പോകാതെ വലിയൊരു ചിലവ് ആക്കാത്ത രീതിയിൽ ഉള്ള വണ്ടി വിറ്റ് കഴിഞ്ഞാലും വേറെ വണ്ടി എടുക്കുകയാണെങ്കിലും നല്ലൊരു പൈസ ചിലവാകും നിലക്കും. പിന്നെ കയ്യിലുള്ള വണ്ടി തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുകയാണ്. നമ്മളെ കയ്യിലുള്ള വണ്ടിക്കുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളൊരിതാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിപ്പോൾ ഒരു ഷോറൂം ഫിൻസിലാണ് വണ്ടി കിടക്കുന്നത്. ഹെഡിൻ്റെ ഫിൻസ് ടാമ്പർ പാഡ് വെച്ചിട്ടുണ്ട്, അത് വെക്കാനുണ്ട്. നമ്മൾ ഡിസ്ക് ബ്രേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ബോട്ടം ട്യൂബ് മാറ്റാതെയാണ്, നിലവിലുള്ള ബോട്ടം ട്യൂബിലാണ് ഡിസ്ക് ബ്രേക്ക് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 10,000 വരുന്നൊരു സംതിങ് ആണ് ഡിസ്ക് ബ്രേക്കിൻ്റെ അസംബ്ലി സെറ്റിന് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ പിന്നെ ഈ ക്ലാമ്പ് കിട്ടും. ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള നിലവിലുള്ള ബോട്ടം ട്യൂബിൽ ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ് കിട്ടും. അതേമാതിരി ഹബ്ബ് കിട്ടും, സ്പോക്സും കിട്ടും. നമ്മൾ നിലവിലുള്ള റിം എടുത്തിട്ട് അത് അയച്ചിട്ട് റീസെറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ടാങ്കിൽ നമ്മൾ ESൻ്റെ സ്റ്റിക്കറാണ് കൊടുത്തേക്കുന്നത്. 345 രൂപയാണ് സ്റ്റിക്കറിന് വരുന്നത്. ഇത് പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി നോക്കുക. ബഫിങ് പോളിഷിങ് ഒന്നും കട്ടിങ് ഒന്നും ഇല്ലാതെ ജെന്യൂൻ ക്ലിയർ കോട്ടിൻ്റെ ഫിനിഷിംഗ് ആണത്. അതുകൊണ്ടൊരു 5 years വാറണ്ടി നമ്മൾ പെയിൻറ്റിങ്ങിന് കൊടുക്കുന്നുണ്ട്. പാഡ് സാധാരണ സ്റ്റാൻഡേർഡിൻ്റെ പാഡ് ഉണ്ടാവാറില്ല, ടാങ്ക് പാഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ആദ്യമുള്ള സീറ്റ് തന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നിലവിൽ വണ്ടീൻ്റെ മുകളിലുള്ള സീറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ സ്ലിമ്മായിട്ടുള്ള സീറ്റാണ്. അവരുടെ അധികം സീറ്റ് കവറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഹബ്ബൊക്കെ നമ്മൾ വീൽ ഹബ്ബൊക്കെ ബ്ലാക്ക് കളറിലാണ് ചെയ്തേക്കുന്നത്. റിമ്മ് ചെയ്തിട്ടില്ല, റിമ്മ് അതിലാണ് നിലനിർത്തി. സ്പോക്സൊക്കെ മാറ്റി സെറ്റ് ചെയ്തെടുത്തു. 2 ടയറും പുത്തനാണ്, ചെയിൻ സ്പോക്കറ്റ് പുതിയതാണ്. അങ്ങനെ ഹാൻഡിൽ ബാർ അങ്ങനത്തെ കുറേ സാധനങ്ങൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സൈലൻസർ കുറച്ചൊരു സൗണ്ട് ഉള്ളത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സൈലൻസർ വെച്ചിട്ടുണ്ട്. നെട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ പ്ലേറ്റ് ചെയ്തെടുത്താണ്. സൈലൻസറൊക്കെ ബ്ലാക്ക് കളറിലാണ് ചെയ്തേക്കുന്നത്. 42,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയത്, പക്ഷെ അതിനേക്കാളും കൂടുതലൊക്കെ ഓടിയിട്ടുണ്ടാവും. പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി നോക്കുക കേട്ടോ. പെയിൻറ്റിങ് പൊളിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യില്ല, ഇത് നമ്മൾ ഗ്യാരണ്ടിയാണ്. ഒരു പുത്തൻ വണ്ടി എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നത് അതേ കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. ഒരു TC യൂണിറ്റ് അങ്ങനെയൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്ത മൊത്തത്തിൽ വന്ന് നമുക്ക് വന്ന ചിലവ് എന്ന് പറഞ്ഞാൽ 53,000 രൂപയാണ് കേട്ടോ. 53,000 നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഈ വണ്ടി പുത്തനായി. ഇനിയൊരു 10 വർഷത്തേക്ക് ഇത് ഓക്കെയാണ് വണ്ടി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.